2025 സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സാമ്പത്തികമായുള്ളൊരു സുരക്ഷിതത്വം അനുഭവിച്ച ഒരു സമയമായിരുന്നു. കാരണം എന്താ പറയുക, 2025 എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. നമുക്കൊരു ജീവിതത്തിൽ പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുനീര് കാണാൻ ഒരു മനുഷ്യനുണ്ടാവില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം തിരിച്ചറിഞ്ഞതോടുകൂടി എപ്പോഴും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ, നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫണ്ട്, അതിന് നമുക്ക് തരാനുള്ളൊരു മനുഷ്യൻ്റെ കയ്യിൽ പോയി ചോദിച്ചാൽ പോലും കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം അതിനനുസരിച്ചുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ 2025 ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതൊരു തിരിച്ചറിവാണ്, നമുക്കെപ്പോഴും ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവാണ്. നമ്മളെ കയ്യിലേക്കൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഫണ്ട് മുഴുവനായിട്ട് നമ്മളങ്ങോട്ട് ചിലവഴിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചിലവഴിക്കരുത്. അതിൽ നിന്നൊരു പെർസെൻറ്റേജ് നാളത്തേക്ക്, ഒരു പെർസെൻറ്റേജ് ഇന്നത്തേക്ക്, ഒരു പെർസെൻറ്റേജ് ഫ്യൂച്ചറിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ശരിക്കും ഒരു കേക്ക് മുറിക്കുന്നത് പോലെ മുറിച്ചിട്ട് കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ പിന്നെ നമ്മളിലേക്കൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ട്, ഇതെല്ലാം സ്വരൂപിച്ച് വെക്കാൻ വേണ്ടിയുള്ളത്. തീർച്ചയായിട്ടും അല്ല. നമുക്ക് സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. ചിലപ്പോൾ നമ്മളേക്കൊരു ഫണ്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ജീവിതത്തിലേക്ക് പുതിയൊരു ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ബാധ്യത വരുന്നത്. അതിനൊക്കെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അതൊക്കെ ഈ 2025 എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. തീർച്ചയായിട്ടും പിന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം എന്ന് പറഞ്ഞാൽ, നമുക്ക് പണം തരാനുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൽ ലാഭം തരാനുള്ളൊരു വ്യക്തി നമ്മളെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കുന്നുണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവരെക്കൊണ്ട് നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി അവരിലേക്ക് പണം തരൂ പണം തരൂ പണം തരൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ട്. അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് തരാനുള്ള ഒരു ഫണ്ട്, നിങ്ങൾക്ക് അർഹമായൊരു ഫണ്ട് അത് തരണമെങ്കിലും നിങ്ങൾ ഒരുപാട് തവണ അവരെ ഡോറിൽ പോയി മുട്ടിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എമോഷൻ്റെ ട്രാപ്പിൽ നിങ്ങളുടെ ഫണ്ട് കൈകലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചതിക്കുഴികൾ ഇന്നുണ്ടാവും. അതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഒരാളും നിങ്ങളെടുത്തു നിന്നൊരു പണം വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഒരു സ്റ്റോറി അവർ ഇട്ട് തരാതെ അവർ വരില്ല. അവരുടെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ എന്തെങ്കിലും ഒരു ലെസൺസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ എമോഷണൽ ബ്രെയിനെ ഹൈജാക്ക് ചെയ്യാതെ നിങ്ങളെടുത്തുനിന്ന് പണം വാങ്ങിയെടുക്കാൻ പറ്റില്ല. അതിനൊക്കെ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ളൊരു ശീലം 2025 മുമ്പ് ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കിത് പഠിപ്പിച്ചതാണ്. അത് കുറച്ചുകൂടി ദൃഢമാക്കിയത് കൊണ്ട് തന്നെ 2025 ഒരു മനുഷ്യനും എന്നെ പറ്റിക്കാത്തൊരു വർഷമാണെന്നുള്ളതാണ്. പറ്റിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പോലും ഒരിത്തിരി ഭയത്തോടു കൂടി എന്നോട് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം എന്താ, അവർക്കറിയാം നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടും എന്നുള്ളതാണ്. എങ്കിലും എനിക്ക് മുമ്പേ തരാനുള്ള പല വ്യക്തികളും, പ്രത്യേകിച്ച് യൂസുഫ് അലി കൊളക്കാടൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയാൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തെ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പലപ്പോഴും മിസ് കോളുകളൊക്കെ അടിച്ച് ഇന്നും യൂസുഫ് അലി കൊളക്കാടനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഡോറുകൾ ഞാൻ മുട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കിട്ടുന്നില്ല. അദ്ദേഹം ബാനിഷാണ്. അദ്ദേഹത്തെ ഈ ഭൂമിയിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല, അതും അറിയില്ല. അദ്ദേഹം ബാനിഷാണ്. എന്തായാലും അതിനുള്ള ശ്രമങ്ങളും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. ഇനി അഥവാ ശ്രമങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ യൂസുഫ് അലി കൊളക്കാടനെക്കുറിച്ച് മനോഹരമായൊരു AI മൂവി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. AI വെച്ചുകൊണ്ട് മൂവി ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ടെന്നല്ല, AIയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പം അത് നമ്മൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, 2025 നൽകിയ പാഠങ്ങൾ അടുത്ത വീഡിയോകളിൽ ഞാൻ വീണ്ടും പറയുന്നതാണ്. ഓക്കെ, ബൈ.